സംസ്ഥാനത്ത് SSLC പരീക്ഷ അവസാനിച്ചു. അവസാന ദിവസം അക്രമ സംഭവങ്ങൾ ഒഴിവാക്കാൻ പോലീസ് കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരുന്നത്. വിദ്യാർത്ഥികളിലെ ആഹ്ലാദ പ്രകടനം അതിരുവിടാതിരിക്കാൻ SSLC പരീക്ഷ അവസാനിക്കുന്ന ദിവസം കുട്ടികളെ നിരീക്ഷിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് അധികൃതർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. അതേസമയം അവസാന ദിനം കെട്ടിപ്പിടിച്ചും സന്തോഷം പങ്കുവച്ചും വിദ്യാർത്ഥികൾ വെക്കേഷൻ വൈബിലേക്ക്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. ഏറ്റവും കുറവ് കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിലും. SSLCക്ക് സംസ്ഥാനത്തെ 2964 ലക്ഷദ്വീപിൽ 9 ഗൾഫ് മേഖലയിലെ 7 കേന്ദ്രങ്ങളിലായി 4,27,021 വിദ്യാർത്ഥികളാണ് റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതുന്നവരുടെ പട്ടികയിലുണ്ടായിരുന്നത്. ഇവരിൽ 2,17,696 ആൺകുട്ടികളും 2,09,325 പെൺകുട്ടികളുമാണ് പരീക്ഷ എഴുതിയത്. മാർച്ച് 3-നാണ് 10ാം ക്ലാസ് പരീക്ഷ ആരംഭിച്ചത്. ഏപ്രിൽ 3 മുതൽ 26 വരെ 72 കേന്ദ്രങ്ങളിൽ 2 ഘട്ടങ്ങളായാണ് ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം നടക്കുക. ആദ്യഘട്ടം ഏപ്രിൽ 3-ന് ആരംഭിച്ച് 11-ന് അവസാനിക്കും. രണ്ടാം ഘട്ടം ഏപ്രിൽ 21-ന് ആരംഭിച്ച് 26-ന് അവസാനിക്കും. മൂല്യനിർണ്ണയ ക്യാമ്പുകളിലേക്ക് അഡീഷണൽ ചീഫ് എക്സാമിനർമാരുടെയും അസിസ്റ്റന്റ് എക്സാമിനർമാരുടെയും നിയമന ഉത്തരവുകൾ മാർച്ച് 10 മുതൽ പരീക്ഷാ ഭവന്റെ വെബ്സൈറ്റിൽ ലഭ്യമാകും. അതേസമയം പരീക്ഷ കഴിഞ്ഞ് വെക്കേഷൻ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് വിദ്യാർത്ഥികൾ. ന്യൂസ് ഡെസ്ക് NCV.